Hi friends, welcome to Craft and Dreams. ഇന്ന് നമുക്കൊരു ബോട്ടിൽ ആർട്ട് ചെയ്യാം. അതിനായിട്ട് ഇതുപോലത്തെ ഒരു ലെങ്ത് ഉള്ള ഒരു ബോട്ടിൽ വേണം. പിന്നെ ഉണങ്ങിയ വാഴയില, പെയിന്റ്, ഗം, സിസേഴ്സ്, ബ്രഷ്, കാൻഡിൽ, ലൈറ്റർ. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ബോട്ടിൽ ആർട്ട്. നമുക്ക് ആദ്യം കുറച്ച് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം. അത് നമുക്ക് ആദ്യം ബോട്ടിൽ വെച്ച് സ്റ്റിക്ക് ചെയ്യാനുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ എളുപ്പത്തിൽ കട്ട് ചെയ്യാനായിട്ട് ആദ്യം ഇങ്ങനെ ലെങ്ത്തിൽ കട്ട് ചെയ്തെടുക്കുക. എടുക്കാം. അധികം ഡ്രൈ ആവാത്ത ലീഫ് എടുക്കണം. അധികം ഡ്രൈ ആയിട്ടുണ്ടെങ്കിൽ ഒട്ടാൻ പണിയാണ്. ഇതുപോലെ നമുക്കിനി ബോട്ടിൽ എല്ലാ സൈഡും കവർ ചെയ്തെടുക്കണം. പിന്നെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ പരമാവധി അധികം ഡ്രൈ ആവാത്ത ലീഫ് യൂസ് ചെയ്യണം. നല്ലവണ്ണം ഡ്രൈ ആയിട്ടുണ്ടെങ്കിൽ സ്റ്റിക്ക് ആവാനായിട്ട് കുറച്ച് കൂടുതൽ ടൈം എടുക്കും. ഈ ഒരു ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് കറക്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ എപ്പോഴും ഒട്ടിക്കുമ്പോൾ ഒന്നിനോട് ചേർന്ന് വേറൊന്ന് അങ്ങനെ ഒട്ടിക്കാം. നമ്മളിപ്പോൾ സാധാരണയായിട്ട് കോഫി പെയിൻറ്റിങ് ഇതുപോലെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അത് നമ്മൾ ഓൾറെഡി എന്താ പറയുക കളർ കോഫിയിൽ മുക്കിയെടുത്തിട്ടാണല്ലോ. ഇതാവുമ്പോൾ എന്ന് വെച്ചാൽ ഡയറക്റ്റ് ഏകദേശം അതേ കളർ തന്നെ നമുക്ക് കിട്ടും. പിന്നെ പല പല കളറിൽ നമുക്ക് കിട്ടും. അധികം ഡ്രൈ ആവാത്ത ലീഫാണെങ്കിൽ വേറൊരു കളറായിരിക്കും. ഡ്രൈ ആവും തോറും അതിൻ്റെ കളർ ഇങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. പിന്നെ നമ്മൾ സൈഡിലൊന്ന് കത്തിച്ച് കൊടുക്കുമ്പോൾ അത് കുറച്ചും കൂടി ഡ്രൈ ആവുന്നുണ്ട്. കുറച്ച് ടൈം എടുക്കും കേട്ടോ. അതുകൊണ്ട് എല്ലാവരും ഇതുപോലെ പരമാവധി ഫെവി ബോണ്ട് യൂസ് ചെയ്യാൻ നോക്കാം. അല്ലെങ്കിൽ ഗ്ലൂ ഗണ്ണായാലും യൂസ് ചെയ്യുക. ഗ്ലൂ ഗണ്ണാവുമ്പോൾ പെട്ടെന്ന് സ്റ്റിക്ക് ആവുമല്ലോ. അഥവാ എവിടെയെങ്കിലും ഒട്ടാത്ത പോർഷൻസൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് കറക്റ്റ് ചെയ്ത് കൊടുക്കാം. പെട്ടെന്ന് കയ്യിൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്നുണ്ട്. ഈ ബോട്ടിൽ ഈ ഒരു എൻഡ് പോർഷൻ ആയതുകൊണ്ട് കുറച്ച് ടൈം എടുക്കും സ്റ്റിക്ക് ആവാൻ. എല്ലാ സൈഡും ഇതുപോലെ കവർ ചെയ്തെടുക്കണം. ബോട്ടിൽ ഇപ്പോൾ ഇത്രയും ഏരിയ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ടോപ്പ് ഭാഗം കൂടി നമുക്ക് കവർ ചെയ്തെടുക്കണം. അതിനുശേഷം വാഴയില കൊണ്ട് തന്നെ ഫ്ലവേഴ്സൊക്കെ ഉണ്ടാക്കിയിട്ട് ഒട്ടിച്ച് കൊടുക്കാം. പെറ്റൽസിൻ്റെ ഷേപ്പിലേക്ക് കട്ട് ചെയ്തെടുക്കാം.
ഇപ്പം ഏത് ഷേപ്പിന് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഷേപ്പിലേക്ക് നമുക്കിങ്ങനെ കട്ട് ചെയ്തെടുക്കാം. വേണ്ട, ഇപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. നമുക്ക് ഏത് ടൈപ്പ് വേണമെങ്കിലും ചെയ്യാം. ഞാൻ ഓൾറെഡി ഇപ്പോൾ കുറച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനത് പല ഷേപ്പിലും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ബോട്ടിൽ വെച്ച് സ്റ്റിക്ക് ചെയ്യാനായിട്ട് കുറച്ച് ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഈ ഒരു ഡ്രൈ ലീവ്സ് തന്നെ എടുത്തിട്ട് ചെയ്യാം. ആദ്യം ഇതിനെ കുറച്ചിങ്ങനെ ലെങ്ത്തിൽ കുറച്ച് പീസ് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ ഓരോന്നും എടുത്തിട്ട് ഒരുമിച്ച് എടുത്തിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. കണ്ടപ്പോൾ ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ എല്ലാ പെറ്റൽസ് ഉണ്ടാക്കിയെടുത്തതിന് ശേഷം നമുക്ക് ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുക്കാം. കണ്ടപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി എല്ലാം ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കിനി വാഴയില കൊണ്ട് ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു ചെറിയ പീസ് കാർഡ്ബോർഡ് എടുത്തിട്ടുണ്ട്. അതൊന്ന് ജസ്റ്റ് റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കണം. കറക്റ്റ് റൗണ്ടൊന്നും വേണ്ട കേട്ടോ, ജസ്റ്റ് ഒരു ഏകദേശം മതി. ഇതിപ്പോൾ റൗണ്ട് മാറി വേറെ ഏതോ ഷേപ്പായി മാറി, എന്നാലും കുഴപ്പമില്ല. എന്നിട്ട് ഫെവി ബോണ്ടോ അല്ലെങ്കിൽ ഫെവിക്കോളോ അപ്ലൈ ചെയ്യാം. അതിന് ശേഷം നമ്മൾ ഓൾറെഡി പെറ്റൽസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് ഓരോന്നായിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ആദ്യം നമുക്ക് ഓരോ പെറ്റൽസായിട്ട് ഇതിൽ ഒട്ടിച്ച് കൊടുക്കണം. ഫെവി ബോണ്ടാകുമ്പോഴുള്ള കുഴപ്പമെന്ന് വെച്ചാൽ പെട്ടെന്ന് നമ്മൾ കയ്യിലൊട്ടും. അതൊരു പ്രശ്നമാണ്. പക്ഷേ നമുക്ക് ഇതിന് ഇത് തന്നെ വേണം. ഇതുപോലെ ഇങ്ങനെ ഇതിൻ്റെ ടോപ്പിലായിട്ട് അടുത്ത റൗണ്ട് ഒട്ടിച്ചു കൊടുക്കുക. ഇപ്പോൾ ഒരു റൗണ്ട് ഒട്ടിച്ചു കഴിഞ്ഞു. ഇനി അതിന് ഈ ഒരു പെറ്റൽസിൻ്റെ ഗ്യാപ്പിൽ കൂടെ അടുത്ത പെറ്റൽസ് ഒട്ടിച്ചു കൊടുക്കാം. ഇതുപോലെ ഫുള്ളിങ്ങനെ റൗണ്ട് ചെയ്ത് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഓൾറെഡി ഒരു ഫ്ലവർ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു 1-2 ഫ്ലവർ കൂടി ഉണ്ടാക്കിയെടുക്കാം. അതിന് ശേഷം നമുക്ക് ബോട്ടിൽ വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. നമ്മളിപ്പോൾ ഓൾറെഡി ഒരു ടൈപ്പിൽ ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇത് പെറ്റൽസ് ഓരോന്നും കട്ട് ചെയ്താണ്. ഇതിപ്പോൾ അല്ലാത്ത രീതിയിൽ എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ ഓൾറെഡി ഒരു സ്ക്വയർ പീസ് എടുക്കുക. അതിന് ശേഷം ഇതിന് ട്രയാങ്കിൾ ഷേപ്പിൽ മടക്കിയെടുക്കണം. പിന്നെയും അതുപോലെ തന്നെ മടക്കിക്കൊണ്ടിരിക്കുക. നമ്മൾ സാധാ രീതിയിൽ ഫ്ലവർ ഉണ്ടാക്കുന്ന മെത്തേഡ്. അതുപോലെ വീണ്ടും മടക്കാം. ഒന്നും കൂടി അതുപോലെ മടക്കിയെടുത്തതിന് ശേഷം കട്ട് ചെയ്ത് കൊടുക്കാം. ഈ ഒരു രീതിയിലാവുമ്പോൾ പെട്ടെന്ന് കട്ടായി പോകാനുള്ള ചാൻസ് ഉണ്ട്, ഡ്രൈ ആയിട്ടുള്ള ലീഫായതുകൊണ്ട്. അല്ലെങ്കിൽ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും. ഇത്രയും കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചെറിയ ചെറിയ ലീവ്സ് ഇതുപോലെ ഇതിനേക്കാളും ചെറുതുണ്ടാക്കാം. ഇതുപോലെ അടുത്ത സെറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇതിനുള്ളിൽ ഇങ്ങനെ വെച്ചിട്ട് നമുക്കിങ്ങനെ ഒട്ടിച്ച് കൊടുത്താൽ മതി. ഈ 2 പെറ്റൽസിൻ്റെയും ഗ്യാപ്പിലായിട്ട് അടുത്തത് വരുന്ന രീതിയിലായിട്ട് വെച്ച് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ഒന്നിൻ്റെ മേലിൽ ഒന്ന് ആ ഒരു രീതിയിൽ ഒട്ടിച്ച് കൊടുക്കാം. എപ്പോഴും ഒട്ടിക്കുമ്പോൾ ഈ 2 പെറ്റൽസിൻ്റെ ഗ്യാപ്പിലേക്ക് അടുത്ത പെറ്റൽ വരുന്ന രീതിയിൽ ഒട്ടിച്ച് കൊടുക്കണം. അടുത്ത ഒട്ടിക്കുമ്പോഴും അതുപോലെ തന്നെ ഈ രീതിയിൽ നമുക്ക് സിമ്പിളായിട്ട് ഫ്ലവർ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ കുറച്ച് നേരം ഒന്ന് സ്റ്റിക്ക് ചെയ്യാൻ വെക്കണം. ഫെവിക്കോളിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഫെവി ബോണ്ട് പെട്ടെന്ന് ഒട്ടും, എങ്കിൽ പോലും കുറച്ച് ടൈം വയ്ക്കാം. കണ്ടോ, ബോട്ടിലിൽ ഇപ്പം ലീഫൊക്കെ വെച്ചിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലവേഴ്സ് വെച്ചിട്ട് അറേഞ്ച് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഓരോ ഫ്ലവേഴ്സായിട്ട് ഒട്ടിച്ച് കൊടുക്കണം. ആദ്യം ഇതിന് തൊട്ട് ഏറ്റവും അടിയിലായിട്ട് വലിയൊരു ഫ്ലവർ ഒട്ടിച്ച് കൊടുക്കാം. അതിന് തൊട്ട് മുകളിലായിട്ട് അടുത്തതും ഒട്ടിക്കാം. ഈ ഒരു കോർണറിൽ ഒരു മീഡിയം സൈസിലുള്ളത് ഇവിടെ അടുത്തതും കൂടി ഒട്ടിച്ചു കൊടുക്കാം.
ഒട്ടാനായിട്ട് കുറച്ച് ടൈം എടുക്കും. നമുക്കിതിൻ്റെ സെൻറ്ററിലൊക്കെ ബീഡ്സ് വെച്ച് അറേഞ്ച് ചെയ്ത് ഇനി എല്ലാത്തിലും ഇതുപോലെ ബീഡ്സ് വെച്ച് കൊടുക്കാം. ചെറിയ ബീഡ്സ് ആയതുകൊണ്ട് ഞാൻ ഒരു 3 വെച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ ബീഡ്സൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ബോട്ടിലായിട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ പെയിൻ്റൊന്നും യൂസ് ചെയ്യാതെ ചെയ്യാൻ പറ്റുന്ന ഒരു ബോട്ടിലാട്ടാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ ചാനലിലെ വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യണം, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതിനോടൊപ്പം ഒരു ബെല്ലൈക്കൺ കൂടി ഉണ്ട്, അതുകൂടി ഒന്ന് എനേബിൾ ചെയ്യണം. എങ്കിലേ ഫ്യൂച്ചറിൽ വീഡിയോസൊക്കെ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻസ് വരുള്ളൂ. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക്